കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ തയ്യാറാക്കിയ സമഗ്ര പദ്ധതി ഇഴയുകയാണ്. വീണ്ടും ഒരു മഴക്കാലം കൂടി വന്നിട്ടും നദികളുടെയും തോടുകളുടെയും ആഴം കൂട്ടുന്നതടക്കമുള്ള 14 പദ്ധതികൾ ഇനിയും നടപ്പിലായിട്ടില്ല. വിദഗ്ധ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ 56.25 കോടിയുടെ പദ്ധതിയാണ് ഭരണാനുമതിയായിട്ടും പണം അനുവദിക്കാത്തത് മൂലം തടസ്സപ്പെട്ടത്. ആറ്റിലും തോട്ടിലും എക്കലടിഞ്ഞതിനാൽ 2 ദിവസത്തെ മഴ കൊണ്ട് പോലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതാണ് കുട്ടനാട്ടിലെ നിലവിലെ സ്ഥിതി. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ, ലീഡിംഗ് ചാനൽ, AC കനാൽ ഉൾപ്പെടെ പ്രധാന നദികളുടെയും തോടുകളുടെയും ആഴം കൂട്ടാൻ പദ്ധതിയിട്ടത്. പദ്ധതിക്ക് ഒന്നാം പിണറായി സർക്കാർ അനുമതി നൽകി. രണ്ടാം കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി പണം വകയിരുത്തി. ലീഡിംഗ് ചാനൽ JCB ഉപയോഗിച്ച് എക്കൽ കോരിയത് മാത്രമാണ് നടന്നത്. പിന്നീട് 2021-22 ബജറ്റിലും കുട്ടനാട്ടിലെ ജലാശയങ്ങളുടെ ആഴം കൂട്ടാൻ സമഗ്ര പാക്കേജ് പ്രഖ്യാപിച്ചു. ചെന്നൈ IITയുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജലവിഭവ വകുപ്പ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. എന്നിട്ടും 56.25 കോടി രൂപ ചെലവ് വരുന്ന 14 പദ്ധതികൾ ഇതുവരെയും നടപ്പായിട്ടില്ല. ജലവിഭവ വകുപ്പ് കുട്ടനാടിനെ അവഗണിക്കുകയാണോ? ഇറിഗേഷൻ അവഗണിക്കുന്നതാണോ, കാശിന്റെ ലഭ്യത കുറവാണോ എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. എന്തായിരുന്നാലും എല്ലാ തോടുകളും ആറുകളും ഇടത്തോടുകളും ഇഞ്ചൻ തോടുകൾ ഇങ്ങനെ, കാരണം തോടുകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കുട്ടനാട്ടിൽ. കാരണം പല തോടുകളും വലിയ തോടുകളുമുണ്ട്, ചെറിയ തോടുകളുമുണ്ട്. അതുപോലെ മോട്ടോർ വർക്ക് ചെയ്യുന്ന, മോട്ടോർ തറ ഇരിക്കുന്ന തോടുകളുമുണ്ട്. ഇതൊക്കെ ആഴം കൂട്ടി അവിടെ നീരൊഴുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ സംഗതി ശരിയാകത്തുള്ളൂ. 2018 മഹാപ്രളയം മുതൽ അടിഞ്ഞുകൂടിയ ചെളിയും എക്കലും കായലുകളിലും നദികളിലും തോടുകളിലും കിടക്കുന്നുണ്ട്. ഇത് മാറ്റാതെ വെള്ളപ്പൊക്കത്തെ ഒഴിവാക്കാനാകില്ല. പ്രത്യേകിച്ചും ഈ വെള്ളം പൊങ്ങുമ്പോൾ മാത്രം നീരൊഴുകിയിട്ട് കാര്യമില്ല. കാരണം അവിടുന്ന് ഇവിടുന്ന് മണ്ണ് വന്ന് എക്കലടിഞ്ഞു കിടക്കുകയാണ്. വേമ്പനാട്ട് കായലിലെ ശുദ്ധീകരണം ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. രണ്ട്, ഈ പോള മാറ്റിയേ ഒക്കത്തുള്ളൂ. വേറെ ഒരു മാർഗവുമില്ല. അതിനെന്തെങ്കിലും ഒരു സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കണ്ടെത്തിയില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ വിഷയമാണ്. പമ്പ, മണിമല, അച്ചൻകോവിലാറുകളിലൂടെയാണ് കുട്ടനാട്ടിലേക്ക് വെള്ളം എത്തുന്നത്. ഇത് തോട്ടപ്പള്ളി സ്പിൽവേ വഴി അറബിക്കടലിലേക്കും വിവിധ കൈവഴികൾ വഴി വേമ്പനാട് കായലിലേക്കും എത്തിയാണ് വെള്ളം ഒഴിഞ്ഞു പോകുന്നത്. നദികളുടെയും തോടുകളുടെയും ആഴം കൂട്ടിയില്ലെങ്കിൽ കുട്ടനാട്ടിൽ നിന്ന് പ്രളയഭീതി ഒഴിയില്ല. റിപ്പോർട്ടർ ആർ ശ്രീജിത്ത്, റിപ്പോർട്ടർ ആലപ്പുഴ. ആർ ശ്രീജിത്ത് നമുക്കൊപ്പം എത്തുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് ആർ ശ്രീജിത്ത്. എങ്ങനെ അവിടെ മഴയുണ്ടോ? കുടയൊക്കെ ആയിട്ടാണല്ലോ നിൽക്കുന്നത്. സുജയ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ തോട്ടപ്പള്ളി പൊഴിമുഖത്താണ് നിൽക്കുന്നത്. ഇവിടെ പൊഴി മുറിക്കുന്ന ജോലികൾ ആരംഭിച്ചു. കുട്ടനാട്ടിലെ പ്രളയജലം ഒഴുക്കിവിടാൻ വേണ്ടിയാണ് ഈ തോട്ടപ്പള്ളി പൊഴി മുറിച്ച് കടലിലേക്ക് ജലം ഒഴുക്കിവിടുന്നത്. ഇവിടെ മഴയുണ്ട്, സാമാന്യം നന്നായി മഴയുണ്ട്. ഇന്നലെ രാത്രി മഴ അല്പം ശമിച്ചതായിരുന്നു. എന്നാൽ രാവിലെയോടുകൂടി വീണ്ടും മഴ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തോട്ടപ്പള്ളി പൊഴിമുറിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. തോട്ടപ്പള്ളി ലീഡിംഗ് ചാനൽ വന്നു കയറുന്ന, സ്പിൽവേ കഴിഞ്ഞ് വന്നു കയറുന്ന സ്ഥലത്ത് നിന്ന് കടലിലേക്കുള്ള ഒരു പാത തുരന്ന് JCB കൊണ്ട് തുരന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാകും. അപ്പോൾ മാത്രമേ ഈ മണൽത്തിട്ട പൂർണ്ണമായി മുറിച്ചു മാറ്റി കടലിലേക്ക് വെള്ളം എത്തുകയുള്ളൂ. ഈ പൊഴി മുറിച്ച് കഴിഞ്ഞ ശേഷം ആയിരിക്കും ലീഡിംഗ് ചാനലിൽ നിന്ന് ഈ സ്പിൽവേ വഴി വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുക്കിവിടാൻ വേണ്ടി ഷട്ടറുകൾ ഉയർത്തുക. ഇപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ ഏതാണ്ട് പൂർണ്ണമായും അടച്ച സ്ഥിതിയിലാണ്. അതുകൊണ്ടാണ് നീരൊഴുക്ക് ഇങ്ങോട്ടേക്ക് വരാത്തത്. എന്തായാലും ഈ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ ആലപ്പുഴ ജില്ലയിലെ, പ്രത്യേകിച്ചും കുട്ടനാട്ടിലെ നദികളും തോടുകളും അതോടൊപ്പം തന്നെ ആറുകളുമെല്ലാം ഈ എക്കലും ചെളിയും പോളയും അടിഞ്ഞ് കിടക്കുകയാണ്. ഇത് വാരാനുള്ള സമഗ്ര പദ്ധതിയാണ് ഭരണാനുമതിയായിട്ടും നടപ്പിലാവാതെ നിൽക്കുന്നത്. ഇറിഗേഷൻ വകുപ്പ് ചെന്നൈ IITയുടെ ഹൈഡ്രോഗ്രാഫിക്സ് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള 14 പദ്ധതികളാണ് ഉണ്ടായിരുന്നത്. ഈ പദ്ധതികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ തികഞ്ഞ അനാസ്ഥ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. പണമില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് MLA എന്നോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന സംശയം. എന്തായാലും പദ്ധതി യാഥാർത്ഥ്യമായിട്ടില്ല. വീണ്ടും ഒരു മഴക്കാലം കൂടി എത്തുമ്പോൾ കുട്ടനാട്ടിൽ ഈ നദികളും തോടുകളും ഉൾപ്പെടെയുള്ള ജലാശയങ്ങൾ പൂർണ്ണമായും ഈ എക്കൽ മാറ്റാതെ, അത് ശുചിയാക്കാതെ വെള്ളപ്പൊക്ക ഭീഷണി ഒഴിഞ്ഞു പോകില്ല എന്ന സ്ഥിതിയാണ് ഉള്ളത്. നദികളുടെയും തോടുകളുടെയും ആഴം കൂട്ടുന്നതടക്കമുള്ള 14 പദ്ധതികൾ. ആർ ശ്രീജിത്ത്, ഞാൻ നോക്കുകയായിരുന്നു, ഇത്രയും പദ്ധതികളുണ്ട്, പ്രഖ്യാപിക്കുന്നുണ്ട്, ബജറ്റിൽ തുക നീക്കിവെക്കുന്ന അടക്കം നമ്മൾ കാണുകയാണല്ലോ ശ്രീജിത്ത്. പക്ഷേ ഇതൊക്കെ നടപ്പാക്കാതെ വെറുതെ അങ്ങ് പ്രഖ്യാപിച്ചങ്ങ് വിടുന്ന ഒരു അഴകുഴമ്പൻ സമീപനമാണോ നമ്മളുടെ ഈ നേരിടുന്ന കുട്ടനാടിനെ വെള്ളത്തിൽ മുക്കുന്ന പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം? സുജിയ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ നദികളിലെ, പ്രത്യേകിച്ചും കരുവാറ്റ ലീഡിംഗ് ചാനൽ, ഒപ്പം തന്നെ AC കനാൽ, മറ്റ് ഈ
പ്രധാനപ്പെട്ട തോടുകളെല്ലാം തന്നെ മണൽ വാരി എക്കൽ വാരി മാറ്റാനുള്ള പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഈ പദ്ധതി അംഗീകരിച്ചു, ബജറ്റിൽ പണം ഉയർത്തി. എന്നാൽ കരുവാറ്റായിൽ നിന്ന് ഈ തോട്ടപ്പള്ളി സ്പിൽവേക്ക് വരുന്ന ലീഡിംഗ് ചാനലിൽ JCB കൊണ്ട് കുറച്ച് എക്കൽ നീക്കിയതല്ലാതെ അതും പൂർണ്ണമായിട്ടില്ല. അതല്ലാതെ മറ്റൊരു പദ്ധതിയും നടന്നില്ല. പിന്നീടാണ് 2021-22 ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കി വീണ്ടും പദ്ധതി ആവിഷ്കരിച്ചു. അതിനും സർക്കാർ അനുമതിയായി. സർക്കാർ ഈ പദ്ധതികൾക്കൊന്നും മുഖം തിരിഞ്ഞു നിൽക്കുന്നില്ല. സർക്കാർ പദ്ധതികൾക്ക് അനുമതിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ പണലഭ്യതയാവണം. കാരണം ഇതൊന്നും യാഥാർത്ഥ്യമാകുന്നില്ല. നദികളിലും കായലുകളിലും ഒപ്പം തന്നെ തോടുകളിലും ഇടത്തോടുകളിലും എല്ലാം ഈ എക്കലും ചെളിയും പോളയും ഒക്കെ തന്നെ അടിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ മഴ പെയ്താൽ പോലും പെയ്ത്തുവെള്ളം കൊണ്ട് തന്നെ കുട്ടനാട്ടിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാധ്യതയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറെ കാലമായി കണ്ടുവരുന്നത്. കിഴക്കൻ വെള്ളത്തിന്റെ വരവാണ് സാധാരണ കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയർത്തുന്നത്. എന്നാൽ ഇത്രയും ജലം ഉൾക്കൊള്ളാൻ കുട്ടനാട്ടിലെ പാടങ്ങൾക്കും ജലാശയങ്ങൾക്കുമൊക്കെ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നദികളും ഒപ്പം തന്നെ തോടുകളുമെല്ലാം ഈ എക്കലും മറ്റും അടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇത്രയും വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാണ് ചെറിയ മഴയിൽ പോലും വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകാനുള്ള കാരണം. ഓക്കെ, താങ്ക് യു. ആർ ശ്രീജിത്താണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, പൊഴിമുറിക്കുന്ന ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് തത്സമയം ഈ പ്രഭാതത്തിൽ എത്തിച്ചത്.